ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ SB കോളേജ് ചങ്ങനാശ്ശേരിയിലാണ്. നമ്മുടെ ചാക്കോച്ചൻ, കുഞ്ചാക്കോ ബോബനൊക്കെ പഠിച്ച കോളേജ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ചാക്കോച്ചനെ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ചാക്കോച്ചൻ്റെ ഒക്കെ ഏറ്റവും പുതിയ മൂവിയായ ഓഫീസർ ഓൺ ഡ്യൂട്ടി റിലീസാകുവാണ്. അപ്പോൾ റിലീസിൻ്റെ ഒരു പ്രൊമോഷനായിട്ടാണ് ചാക്കോച്ചൻ ആൻഡ് ടീം, അത് ഹോൾ ടീം ആൻഡ് ക്രൂ ഇവിടെ എത്തിയിട്ടുണ്ട്, SB കോളേജിലെത്തി. അപ്പോൾ അവർ ഇവിടെ വന്നപ്പോൾ ചാക്കോച്ചൻ്റെ സ്പീച്ച് കേട്ടപ്പോഴാണ് എനിക്കും മനസ്സിലായത് ചാക്കോച്ചനൊക്കെ ഇവിടെയാണ് പഠിച്ചത്. അതുപോലെ ഈ മൂവിക്കകത്തെ മാർട്ടിൻ പ്രക്കാട്ട്, അങ്ങനെ പല ആൾക്കാരും ഈ ഒരു കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇന്ന് ഈ മൂവിക്കകത്തെ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതാരാന്ന് മനസ്സിലാകുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിനായിട്ടെന്ന് വെച്ചാൽ ചാക്കോച്ചനാണ് ഇതിൻ്റെ മെയിൻ റോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള മീനാക്ഷി ഉണ്ടായിരുന്നു, റംസാൻ ഉണ്ടായിരുന്നു, ഉണ്ണിലാലു, അങ്ങനെ പുതിയതായിട്ടുള്ള കുറച്ച് പുതുമുഖങ്ങളും നമുക്ക് ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഫേസസും ഉണ്ടായിരുന്നു. ഈ ഒരു മൂവിയുടെ ഒരു ട്രെയിലർ സീക്വൻസ് ഒക്കെ കാണിച്ചപ്പോൾ തന്നെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന്, ഓഡിയൻസ് അല്ല സ്റ്റുഡൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ടും കയ്യടിയും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ചാക്കോച്ചൻ ഓൾറെഡി ഈ ഒരു കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുകൂടാതെ എല്ലാവരുടെയും മനസ്സിലെ ഒരു ചോക്ലേറ്റ് ഹീറോ ആണ് ഇപ്പോഴും. ബട്ട് ഇപ്പോൾ കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആൻഡ് പവർഫുൾ ക്യാരക്ടേഴ്സൊക്കെയാണ് ചെയ്തു വരുന്നത്. അതുപോലത്തെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടുള്ള ഒരു മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അങ്ങനെ ട്രെയിലർ എല്ലാം കാണിച്ചതിന് ശേഷം എല്ലാവരും ചാക്കോച്ചൻ്റെ ആ ഒരു സ്പീച്ചിനും ആ ഒരു ടോക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ചാക്കോച്ചനും എത്തി സ്റ്റേജിലോട്ട്. എല്ലാവരുടെയും നിറഞ്ഞ കയ്യടിയായിരുന്നു. അങ്ങനെ ഞാനിവിടെ ഓടിപ്പിടിച്ച് എത്തിയപ്പോഴത്തേന് അല്പം ലേറ്റ്, അതുകൊണ്ട് തന്നെ ഇവർ എൻട്രി വരുന്ന പോർഷൻസ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഈ ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് നല്ല യങ് ടാലൻറ്റഡ് ആയിട്ടുള്ള 2 കുട്ടികളാണ്. അവർ നല്ല കിഡിലൻ റാപ്പിഡ് ഫയർ പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരുന്നത്. വേണോ വേണ്ടയോ? അപ്പോൾ ആ ഒരു ചോദ്യത്തിന് പെട്ടെന്ന് ചാക്കോച്ചൻ ഒരു ചെറിയൊരു തമാശ രീതിയിലൊരു മറുപടിയും കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് സാറുമാരെക്കാളും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഈ MC-കളാണെന്ന് തോന്നുന്നു, അല്ലേ? എല്ലാ ചോദ്യങ്ങളാണ്. വേണോ വേണ്ടേ? അങ്ങനെ ഇവിടെ വെച്ച് തന്നെ ഈ ഒരു SB കോളേജിൽ ഒരു റേഡിയോ ലോഞ്ച് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ റേഡിയോയുടെ ആ ഒരു ലോഗോ ലോഞ്ചൊക്കെ ചാക്കോച്ചനായിരുന്നു ചെയ്തത്. എന്നാ ഞാൻ തന്നെ പറയും, അറിയോ എന്നുള്ള ചോദ്യം ഞാൻ നിർത്തി. അലിഖ, അറിവ് നിറവ് കനിവ്. നമസ്കാരം, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ. അതാണ് ഒരുപാട് സന്തോഷം. എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു വിദ്യാർത്ഥിയായിട്ട് തന്നെയാണ് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. ഇപ്പോഴും വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ വരുമ്പോൾ പോലും ഒരു സിനിമയുടെ പ്രോഗ്രാം എന്നതിനേക്കാൾ ഉപരി ഒരു വിദ്യാർത്ഥിയായിട്ട് വരുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ സ്നേഹത്തിനും ഈ പ്രോത്സാഹനത്തിനും ഈ സപ്പോർട്ടിനും ഈ കൈയടിക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫ്രം മൈ ഹാർട്ട്. മിന്നൽ മുരളിയിൽ നമ്മുടെ ഗുരു സുന്ദരം പറയുന്ന പോലെ 28 വർഷം തികയാൻ പോകുന്നു. അടുത്ത മാസം അനിയത്തി പ്രാവ് റിലീസ് ചെയ്തിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ ചാക്കോച്ചനായിട്ട് അല്ലെങ്കിൽ കുഞ്ചാക്കോ ബോബനായിട്ട് വന്ന, ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയായിട്ട് വന്നു നിൽക്കുമ്പോൾ നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൽ നിന്നും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ എൻ്റെ പേരിലും എല്ലാം ഒരുപാട് നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ്. നമസ്കാരം SBC. കുറേ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ കോളേജിനെ കുറിച്ച്. ഒരു ലെജൻഡറി സ്റ്റേറ്റസ് ഉള്ള ഒരു കോളേജാണ്. ശ്യാം ഡാൻസൊക്കെ മാറ്റി വെച്ച് സിനിമയിലേക്ക് ഫുള്ളി ക്യാരക്ടറായിട്ട് ഇറങ്ങുന്ന ആദ്യത്തെ പടമാണ്. സോ നാളെ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് അഭിപ്രായം പറയൂ. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടതിൽ. കാരണം ഞങ്ങൾ തൊട്ട് മുന്നേ പോയതൊരു വുമൻസ് കോളേജിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരു വിലയില്ലായിരുന്നു. പിന്നെ നിങ്ങളെല്ലാവരെയും കണ്ടപ്പോൾ ഒരു സന്തോഷം. ഒരുപാട് ആൾക്കാർ പഠിച്ച കോളേജാണ്, എസ്പെഷ്യലി ചാക്കോച്ചൻ പഠിച്ച കോളേജാണ്. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. അടിപൊളി സന്തോഷം ഇവിടെ വരാൻ പറ്റിയതിൽ. ഒരു പോലീസ് ഓഫീസറിൻ്റെ കഥയാണെങ്കിൽ പോലും ഈ സിനിമയുടെ പിന്നിലുള്ള ഒരുപാട് വ്യക്തികൾ മലയാള സിനിമയ്ക്കും അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്കും തന്നെ ഒരുപാട് നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള വ്യക്തികളാണ്. ഇതിൻ്റെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാരിൽ ഒരാൾ ഇവിടുത്തെ തന്നെ വിദ്യാർത്ഥി. അങ്ങനെ മൂവി റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചാക്കോച്ചനോട് ചോദിച്ചു. അതുപോലെ തന്നെ ചാക്കോച്ചന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒരു കുട്ടി കൊണ്ടുവന്നു. ഒരു നല്ല അടിപൊളി ഒരു പെയിൻറ്റിംഗ് ആണ് ഈ ഒരു വിഷ്വലി കാണുന്നത്.
അതിനുശേഷം എല്ലാവരും വെയിറ്റ് ചെയ്ത് ഞാനും സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു വെച്ചാൽ ഇവരുടെ ഒരു കിടിലൻ ഡാൻസ് പെർഫോമൻസ് ആണ്. കാരണം ഈ മൂവിയിൽ ഒരു ഹിറ്റ് സോങ് ഉണ്ട്, ആ സോങ് ബേസിസ് ആണ് ഈ ഒരു ഡാൻസ് വരുന്നത്. അത് ഞാൻ ഓൾറെഡി ഒരു ഇവൻറ്റിന് കൊച്ചി ലുലു മോളിൽ വെച്ച് ഞാൻ കണ്ടതാണ്. ചാക്കോച്ചൻ്റെയൊക്കെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അത് ഒന്നുകൂടെ ഒന്ന് കാണാനുള്ള ഒരു ത്രില്ലിൽ കൂടെ ആയിരുന്നു ഞാൻ എത്തിയത്. അങ്ങനെ ഫൈനലി എല്ലാവരും ഹോൾ ടീമും റംസാൻ ഉൾപ്പെടെ കൂടിയിട്ട് ദിസ് ഈസ് ദാറ്റ് വിഷ്വൽ. അപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി 20th മൂവി റിലീസായിട്ടുണ്ട്. അടിപൊളി ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ സീക്വൻസ് മൂവിയാണ്. എല്ലാവരുടെയും കിടിലൻ പെർഫോമൻസ് ആണ്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് മൂവി വാച്ച് ചെയ്യുക. എന്നിട്ട് മൂവിയുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.